നല്ല മീൻകറി പിസ മീനോണ്ട് പിസ ഉണ്ടാക്കി തരണം. എന്താ എന്ത് എങ്ങനെ ഉണ്ടാക്കാം? ഫിഷേറ്റർക്ക് പിസ വേണോ? എന്താ ഛർദിക്ക്? എങ്ങനെ തിന്നിട്ട് നോക്കണം. നോക്ക്. അപ്പൊ നാളെ കുറച്ചേരം വെയിറ്റ് ചെയ്യും, ഞാൻ ഉണ്ടാക്കി എടുത്തിരുന്നു. ഓക്കെ, ഞാൻ എന്റെ സ്കൂളത്തൊക്കെ പഠിച്ചിക്കണോ? ഇല്ലെങ്കിൽ ഇഞ്ചി കുത്തുന്ന ഈ വെളുത്തുള്ളി കുത്തുന്ന വായിക്കാൻ കുത്തുവേ. ഇപ്പച്ചി പണ്ട് പഠിച്ചല്ലോ, ഞാനെല്ലാം പഠിച്ച്. ആ രസമുണ്ട്. ഉമ്മക്ക് ഇല്ലല്ല കിട്ടിയില്ല. ഞാൻ ചോദിച്ചു നോക്കി പക്ഷെ തന്നില്ല. ടീച്ചർ തന്നില്ല. അടിക്കേ ഭയങ്കര സ്നേഹം. എന്താ പിസ ഉണ്ടാക്കണം? പിസ ഉണ്ടാക്കണമെങ്കിൽ ഇതെടുത്തോണ്ട് പോവാ. മറ്റേ എന്താണ് അതിന്റെ സാധനം? അതിന്റെ പിസന്റെ എല്ലാ സാധനം എടുത്തോണ്ട് പോവാ. എല്ലാ സാധനം എടുത്തോണ്ട് പോവാ. ഇപ്പൊ നമുക്ക് നല്ല ഫിഷ് ആയിട്ട് നമുക്ക് നല്ലൊരു പിസ ഉണ്ടാക്കാം. ഓക്കെ, ഫിഷ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് തൂനയാണ് കേട്ടോ. തൂന കറി വെക്കാൻ വേണ്ടുന്നതാണ്. വേറൊരു വെറൈറ്റി ആയിട്ട് ഒന്ന് രണ്ട് ഫിഷ് മതി. നന്നായിട്ട് വാഷ് ചെയ്യുക സംഭവം. അപ്പൊ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതൊന്നും ഞാൻ പുറത്തൊക്കെ പോണെങ്കിൽ ഒന്നാമത് പോലെ വിചാരിച്ചു. പിസന്റെ മറ്റേ റൊട്ടി മരിക്കുള്ള സാധനം ഉണ്ടാവും. മനസ്സിലായോ? ഇപ്പച്ചിക്ക് അവിടെ തോർത്തുകൊണ്ട് കാണിക്ക്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇതെടുത്തിട്ട് ഇതിലോട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു പിസ ഉണ്ടാക്കുന്ന ഫിഷിനെ നമ്മൾ എന്ത് ചെയ്യണം? പിസ ഉണ്ടാക്കുന്ന ആ ഒരു ഫിഷിനെ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ പീസാക്കണം. ഇതിപ്പോൾ എല്ല് മുള്ളെടുത്ത് കളയണം. ഓക്കെ, എന്നിട്ട് പോരാനും ഇതിലുള്ള ഈ ഫിഷിനെ തോലിങ്ങനെ വെല്ലം ഇങ്ങോട്ട് ഇങ്ങനെ ചെത്തി ഇങ്ങനെ എടുക്കണം. ഓക്കെ, ഈ തോല് ഉണ്ടല്ലോ, ഈ തോല് ഇങ്ങനെ കളയാം. എന്നിട്ട് ഇതിനെ ചെറിയ ചെറിയ കുഞ്ഞി പീസാക്കിയിട്ട് അരിയാം. എന്താ കുഞ്ഞി പീസാക്കി അരിഞ്ഞ് അതേപോലെ തന്നെ ഇതിലും ചെറിയ കുഞ്ഞി കുഞ്ഞി പീസാക്കിയിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. അതാണ് വേണ്ടിച്ച് ഇതിലും അതേമാതിരി തന്നെ കുഞ്ഞി പീസാക്കി. ഈ മുള്ള് മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഉണ്ടാക്കുന്ന പിസ്സ ഭയങ്കര ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ ഈ ടേസ്റ്റിൻ്റെ ഇടയിൽ മുള്ള് കൊണ്ടുകൊണ്ട് കോണാത്തിൽ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിരാന്താവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ ഞാനോ ആ വെളുത്തുള്ളിൻ്റെ ഇതോടെ പേസ്റ്റ് എടുത്തോണ്ട് ഞാനോ ഇതെടുത്തേ. ഇതിങ്ങനെ വീണ്ടും പീസ് 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 ഇങ്ങനെ ആക്കിയിട്ട് വെക്കണം. അടുത്ത് വീണ്ടും ഒരു നമ്മൾ നാളെ നമ്മൾ
നമ്മൾ നാളെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ ദുബായിലുള്ള ഒരു ഫിഷ് മാർക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടുകൊണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും കുറേ സെലിബ്രിറ്റീസിലൊക്കെ അവിടെ ഫിഷിൻ്റെ ബിസിനസ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഈ ഒരു ഫിഷ് ഇവിടെ കട്ട് ചെയ്ത് അത് കുട്ടികൾക്കൊക്കെ ഈ ഒരു എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ വൈകുന്നേരം ഈവനിങ്ങിന് വരുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് ഈ എയർ ഫ്രയറിൽ നമുക്ക് എന്ത് ചെയ്യാം എല്ലാം ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ഓപ്ഷനാണ് ഈ എയർ ഫ്രയറിൽ വെച്ചുണ്ടാക്കുന്നത്. പിന്നെ ജിമ്മിന് പോകുന്ന ആളുകൾക്ക് ഇതിങ്ങനെ വെച്ച് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫിഷ് നമ്മൾ എന്ത് ചെയ്ത് ഫിഷ് നമ്മൾ ഫിഷ് കട്ട് ചെയ്ത് ഈ ഫിഷിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ജിഞ്ചർ പേസ്റ്റ് ഉണ്ടല്ലോ, ജിഞ്ചർ പേസ്റ്റ് കുറച്ച് മതി. ഓക്കെ, കുറച്ചധികം. പിന്നെ അതൊന്നും ഒന്നങ്ങോട്ട് പിടിപ്പിക്കരുതല്ലോ, ഒന്നോട്ട് പിടിപ്പിക്കുക. അപ്പം അതൊന്നോട് പിടിച്ച് വെച്ച് നമ്മൾ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മതി, നന്നായിട്ട് വേണ്ട. ഓക്കെ, സ്വല്പം മുളക് പൊടി, ഒരു ചെറിയൊരു സ്പൈസിക്ക് വേണ്ടിയിട്ട്, ചെറിയൊരു സ്പൈസിക്ക് വേണ്ടിയിട്ട് മാത്രം അത് മതി. വീണ്ടും ഇതൊന്നും എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് എന്തായാലും പറയാ ഞഞ്ഞാലും. ഇനി ഇതിവിടെ എന്ത് ചെയ്യുക, ഇതങ്ങോട്ട് മാറ്റി വെച്ച്. ഓക്കെ, ഇതിവിടെ മാറ്റി വെക്കുക. എന്നിട്ട് അടുത്തത് നമ്മൾ കൈ കഴുകിയിട്ട് എന്ത് ചെയ്യുക, കൈ കഴുകിയിട്ട് ഇതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, വേസ്റ്റിലോട്ടിടാം അല്ലേ, വേസ്റ്റ് ഇടാം. എന്തായാലും നമ്മൾ ചെയ്യാൻ പോകണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചായ കുടിക്കാം. നമുക്ക് ചായ കേട്ടോ, മറ്റതല്ല, കളറല്ല. നമ്മൾ ഒരു ഉള്ളിൻ്റെ പകുതി മതിയേ, ഒരു ഉള്ളിൻ്റെ പകുതി മതി. ഒരു ഉള്ളിൻ്റെ പകുതി എടുക്കുക. എത്ര ചെറിയ സ്ക്വയർ പീസാക്കുക. അപ്പം കഴിഞ്ഞില്ല. അതില ഇതൊക്കെ എടുത്തോണ്ട് പോവാ. ചീസ് ഒരു തക്കാളിന്റെ കാൽ ഭാഗം, ഒരു ചീസ് കൂടി ഉണ്ടാവും. ഒരു തക്കാളിന്റെ കാൽ ഭാഗം മതി, ഇത്ര മതി, ഒരുപാട് വേണ്ട. ഇതും ഇതേപോലെ തന്നെ ഇങ്ങനെ സ്ലൈസായിട്ട് എന്ത് ചെയ്യുക, കട്ടില്ലാതെ അരിഞ്ഞെടുക്കുക. ഒരു 2 പച്ചമുളക്, 2 പച്ചമുളക് എങ്ങനെ അരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ അരിയ. ഓക്കെ, ഇങ്ങനെ അരിയ. അപ്പം ഒരു 2 പച്ചമുളക് ഇട്ട്. ഇതാണ് തൂന ഫിഷ്, അല്ല തൂന പിസ്സ. ഓക്കെ, അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒരു പാത്രത്തിൽ ഇടുക. ഈ ഉള്ളി എന്ത് ചെയ്യണം, ഉള്ളി ഇതിനൊക്കെ വേർതിരിച്ചിടണം. ഉള്ളി കെട്ടിപ്പിടിച്ചിരിക്കണ ഉള്ളിനൊക്കെ എന്ത് ചെയ്യുക, അടർത്തി വിടുക. അതൊന്നും അങ്ങനെ. ഓക്കെ, എന്നിട്ട് ഈ മുളക് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഉള്ളിനൊന്ന് എന്ത് ചെയ്യുക, ഒന്നങ്ങോട്ട് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ മുളകിൻ്റെ എരിവൊക്കെ എന്ത് ചെയ്തോളൂ, ഈ ഉള്ളിമ പിടിച്ചോളൂ. അതങ്ങനെ. ഇതാണ് ഇപ്പോൾ നമ്മൾ ഒരു ഇതായിട്ടുള്ളത്. ബാക്കിയുള്ള ഉള്ളി കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എയർ ഫെയർ എടുക്കണം. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇത് ഞാൻ ഓൾറെഡി കഴുകി വെച്ചതാട്ടോ. ഇനിയിപ്പോൾ ഇത് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ സാധനം 2 വെക്കാം കേട്ടോ. 2 3 വെക്കാം. ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് 3 പീസ് വെക്കാം. ഈ ഒരു 3 പീസ് നൈസായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. പിന്നെ ഉണ്ടെങ്കിൽ ഒരു 4 പീസ് മറ്റേ ബീൻസ് ഉണ്ടല്ലോ, വലിയ പയറും പറ്റും, ഇതും പറ്റും. ഇതൊന്ന് സ്ലൈസായിട്ട് അതൊരു നല്ലതാണ്. അപ്പോൾ അത് പറ്റുന്ന വെച്ചെങ്കിൽ അതെന്ത് ചെയ്തോളി, കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ കേട്ടോ. ചെറുത് എന്നാലേ വേവുള്ളൂ. ചെറുതായിട്ട് ഇതേപോലെ കട്ടില്ലാതെ അരിഞ്ഞെടുക്കുക. ഓക്കെ, ഇങ്ങനെ കട്ടില്ലാതെ അരിഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യുക, അതങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് അതും നമ്മൾ ഈ കൂട്ടത്തിൽ ഇടുക. ഓക്കെ, ഇപ്പം ഇത് സംഭവമാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ, കുറച്ച് ഓയിൽ എന്ത് ചെയ്യണം, ഓയിൽ ഇതിലോട്ട് ഇട്ടിക്കണം. അപ്പോൾ കുറച്ച് ഓയിൽ ഇതിൽ ഇട്ടിക്കണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളവെളുപ്പിന് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പല്ലിനെ എടുത്തിടണോ പിസിയിൽ? നല്ല വഴുവഴുപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇതിലോട്ട് മറിക്കണേനും. എന്നിട്ട് നമ്മൾ പിസൻ്റെ റൊട്ടി കഴിക്കാൻ പറ്റും. ആ പിസൻ്റെ റൊട്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു പീസ മതി നമുക്ക്. അതുകൊണ്ട് ഈ ഒരു പീസിൻ്റെ റൊട്ടി നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നിന്നിട്ടുണ്ട് സാധനം. ഇനി ഇതിലോട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇത് ചില്ലിൻ്റെ റെഡ് ടൈപ്പ് ഉണ്ടല്ലോ, അത് കുറച്ച് ഇത് ഉറ്റിച്ച് കൊടുക്കുക. അങ്ങനെ ഉറ്റിച്ചിട്ട് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾ പോയാണ്ട് മറ്റേ മിസ്വാക്ക് എടുത്തിട്ട് നമ്മൾ മറ്റേ ചേരിൻ്റെ ഇത് എടുത്തുകൊണ്ട് ഇതാക്കണ്ട. ഈ ഒരു സാധനം എടുത്തിട്ട് എന്ത് ചെയ്യുക, എല്ലായിടത്തും എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിക്കുക. ഇതിൻ്റെ കോർണറിലും നിങ്ങൾക്ക് കുറച്ചും കൂടി ഇട്ടിച്ചുകൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഇട്ടിക്കാം. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഇട്ടിച്ചിട്ടുണ്ട്. ഇതിലോട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സാധനം വീണ്ടും നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യിക്കുക. ഓക്കെ, ഇതിൻ്റെ സൈഡിൽ എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യിക്കുക. അപ്പം അതൊരു പരിപാടി ആയിരിക്കും. ഇനിയിപ്പം വേണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഒരു ഗ്രീൻ ചില്ലിൻ്റെ വേണമെങ്കിൽ ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് വേണമെങ്കിൽ ഒറ്റിക്കാം. കുറച്ച് മാത്രം കേട്ടോ, വളരെ കുറച്ച്. ജസ്റ്റ് അതിൻ്റെ ആ ഗ്രീൻ ചില്ലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതായി. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ഫിഷും നമ്മളെ ഈ ഒരു മറ്റേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സാധനം പാടെ ഒന്ന് ഇങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഓക്കെ, അതിൽ തക്കാളി കൂട്ടണ്ട. തക്കാളി കൂട്ടാണ്ടാണ് നമ്മൾ ഈ സാധനം എടുക്കേണ്ടത്. തക്കാളി ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ ഒരു പേസ്റ്റും അല്ല എന്നാൽ വേറൊരു ഇതല്ലാതെ ആ പീസ് കാണരുത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനിങ്ങനെ കുറച്ച് ദൂരത്ത് നിന്നുകൊണ്ട് ഇടണം. അപ്പോൾ ദൂരത്ത് നിന്ന് ഇടുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എല്ലായിടത്തും കൂടി സ്പ്രെഡായി പോയിക്കോളൂ. ഓക്കെ, ഇതിങ്ങനെ ഇടുക. ഇതിങ്ങനെ ഇട്ട് അതേപോലെ തന്നെ ഇതിപ്പോൾ മീൻകറി ഉണ്ടാക്കണതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു പരിപാടി വന്നിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് കേട്ടോ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഈ സംഭവം വന്നിട്ടുള്ളത്. കുഴപ്പമില്ല, ഇനി പൂമക്കൾ ചോദിച്ച സ്ഥിതിക്ക് ഇനി തക്കാളി ഇതിൻ്റെ മേലെ കൂടെ എന്ത് ചെയ്യുക, അവിടെ ഇവിടേക്ക് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. തക്കാളി ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു. ഓക്കെ, തക്കാളി വെച്ച് കൊടുത്തു. ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലേക്ക് കുറച്ച് കച്ചപ്പ്, കുറച്ച് മതി കേട്ടോ, കുറച്ച് മതി. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ആയിക്കോളൂ. ഓക്കെ, ഇനി ഇതിലോട്ട് ഇടേണ്ടത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇത് വല്ലാണ്ടൊന്നും ഇല്ല, എന്നാലും എല്ലായിടത്തും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഓഫർ കിട്ടിയപ്പോൾ ഞാനത് മേടിച്ചതാണ് സംഭവം കേട്ടോ. ഇത് നന്നായിട്ട് എല്ലായിടത്തും മൂടി ഇടാൻ പാകത്തിനുള്ള എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഒന്ന് മൂടാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ഞങ്ങളുടെ ഇതായിട്ട് കാണുകയും ചെയ്യും, പക്ഷെ എന്നാലും മൂടും ഒന്നുണ്ട്. ഓക്കെ, ഇത്ര ഇങ്ങനെ ഒന്ന് കേൾക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ബർഗർ ചീസ് ആഡ് ചെയ്യണം. ബർഗർ ചീസ് നമ്മൾ 2 എണ്ണം എടുക്കണം. അതിലേക്ക് 2 എണ്ണം വേണം. അതിലേക്ക് അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ബർഗർ ചീസാണ്. 3 എണ്ണം കിട്ടി പോകുന്നു, സോറി. അപ്പോൾ ഇത് വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക, അത് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തേക്ക്, ഇതിങ്ങനെ ഇതിലിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊണ്ട്, കാരണം എന്തായാലും വേകുമ്പോൾ നമുക്ക് ഇത് ഉരുകി വരണ്ടേ. അപ്പം അതിനാണ് കട്ട് ചെയ്തിടാൻ. നമുക്ക് ഈ കോർണറിൽ ഇട്ടുകൊണ്ട് കോർണറിൽ ഇട്ടാൽ മതി. അപ്പോൾ കോർണറിൽ എന്ത് ചെയ്യുക, ഇതിങ്ങനെ വെക്കുക. ഈ സംഭവങ്ങൾ എല്ലാം ഒന്ന് റെഡിയായി. കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കിക്കൊള്ളു കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ഒന്നട് ആക്കിയാൽ മതി, ഒരുപാട് ആക്കണ്ട, കുറച്ച്. അപ്പോൾ ഈ സാധനം ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഏതാ കമ്പനിയൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല സാധനമാണ്. ഇതിലെന്ത് ചെയ്യുക, ഈ സാധനം നമ്മൾ വെക്കുന്നു, അടക്കുന്നു. ഇതിനുണ്ടെന്ന് കഴിഞ്ഞാൽ ഫിഷിന് ഇവർ പറയണത് 180 കേട്ടോ. 180 ഫിഷിന് പറയണത്. പക്ഷെ 180 ഒന്നും ഞാൻ ആക്കുന്നില്ല, 160 മതി. അതിൽ തന്നെ 10 മിനിറ്റ്, ടോട്ടൽ 20 മിനിറ്റ് 25 മിനിറ്റാണ്. ഫസ്റ്റത്തെ 10 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൊണ്ട് ചെക്ക് ചെയ്യാം. അപ്പം ഇതവിടെ കിടന്നിട്ട് ഇതാവട്ടെ, ഞാൻ കുറച്ച് ചാപ്പിക്കട്ടെ. നമ്മൾ ഫിഷ് അവിടെ ഫിഷ് അവിടെ പക്ഷെ ഉള്ളി കട്ട് ചെയ്തിട്ട്, ചില നാട്ടുകാർ ഉള്ളി ഇട്ടാണ്ട് മീൻകറി ഉണ്ടാക്കും, ചില നാട്ടുകാർ ഉള്ളി ഇടാണ്ട് മീൻകറി ഉണ്ടാക്കും. ഞാൻ ഉള്ളി കട്ട് ചെയ്യുന്നുണ്ടാണ്ട് നിങ്ങൾ അതേമാതിരി കട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ടോ? ഉള്ളിക്ക് കാര്യങ്ങൾ പണ്ടാരി പണിക്ക് പോയിക്കണം. അതാണ് ഇതിലൊരു കോമഡി ഉണ്ടായിട്ടുണ്ട്. എന്തെന്നറിയോ, എൻ്റെ അടുത്ത് ഓൾറെഡി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ വെറുതെയാണ് ഈ വെളുത്തുള്ളി ഇപ്പം പൊരിച്ചത്. ഇതിന് കുഴപ്പമൊന്നുമില്ല. തക്കാളി നമ്മൾ പിസൻ്റെ ബാക്കി തക്കാളി മതി നമുക്ക്. അതങ്ങനെ നമ്മളെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈ വെളുത്തുള്ളി നമുക്ക് മാറ്റി വെക്കില്ലേ, കുറച്ച് പുളി ഇപ്പം തന്നെ വെള്ളത്തിലിട്ടേക്കാം. പുളി ഒഴിച്ചിട്ടുള്ള മീൻകറിയാണ് മക്കളെ, ഭയങ്കര ടേസ്റ്റി കയറും. ഇനി എന്നോട് ഇങ്ങനെ എപ്പോഴെപ്പോഴും വീഡിയോ സേവ് ചെയ്ത് വെച്ചോണ്ട് എപ്പോഴെപ്പോഴും ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പഠിപ്പിച്ചു തരാൻ വേണ്ടി ചോദിച്ചത്. വീഡിയോ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുക, ആവശ്യം വരും. വെറൈറ്റി ഞങ്ങളെ ആണുങ്ങൾ ഉണ്ടാക്കുമ്പോഴേ നിങ്ങളെ കെട്ടിയന്മാർക്കൊക്കെ ഇഷ്ടമുള്ള ടൈപ്പാണ്. ഞാനൊരാണായതുകൊണ്ട് ഞാനാണല്ലേ. അപ്പോൾ നിങ്ങളെ കെട്ടിയന്മാരൊക്കെ ടേസ്റ്റ് ഉള്ളത് ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കണം അങ്ങനത്തെ ചെറിയ കാര്യം ടേസ്റ്റ് ഉണ്ടാകും. ഈ ഒരു കുടുംബത്തിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഒരു സാധനം വെച്ച് കാണൂല. അല്ല ഇനി ആ ഒരു പാത്രം അവിടെ, ആ കഞ്ഞിച്ച പാത്രം അവിടെ, ഞാൻ ആ കഞ്ഞിച്ച പാത്രം അവിടെ എന്തൊക്കെയാ റൂമില് എനിക്ക് ടേബിൾ ഉണ്ടാക്കുക. അപ്പം അതങ്ങനെ കറിവേപ്പില. എനിക്ക് പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അപ്പ തൂറാൻ മുട്ടും. ഒരു കാര്യം ഇവിടെ ചെയ്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് തൂറാൻ മുട്ടില്ല. ഇത്രയും നേരം പിന്നെ എന്ത് മറ്റേ ഇവിടെ ചെയ്തേ ബ്ലഡി ഫോൾ. എന്ത് ചെയ്യാൻ ഉള്ള ബ്ലഡൊക്കെ കളയും. ബ്ലഡല്ല ബ്ലഡ്. ഈ പൂനാണ് പറഞ്ഞ മീന് ഭയങ്കര ഇഷ്ടട്ടോ, ഫ്രഷ് ഇട്ടോ, അല്ലാണ്ട് കവറിൽ വരുന്നതല്ല. എനിക്കത് ഫ്രൈ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
ഭയങ്കര സ്മെല്ലല്ലേ ഇത്? ഭയങ്കര സ്മെല്ലാണെന്നൊരു വൃത്തിയുടെ സ്മെല്ലേ കഴിയും. അതിൻ്റെ ട്രിപ്പ് കൂടി കേൾക്കുക. ഇപ്പൊ കമന്റ് ഇട്ടുകൊണ്ട് വരും, അയ്യോ അതിങ്ങനെ നല്ല ഉണ്ടാക്കുക അങ്ങനെയല്ല. തിന്നാൻ പറ്റുമെങ്കിൽ ചേച്ചി മറ്റു ഒന്നും ചെയ്യാൻ. നമ്മളെ സ്പെഷ്യൽ ഉണ്ടാക്കാണ്, അപ്പൊ ആരും പറയരുത്. അപ്പൊ ഫിഷ് കഴുകി. അപ്പൊ ഫിഷ് ഉണ്ടാക്കുന്ന പാത്രം ഇത് തന്നെ കേട്ടോ. ഫിഷ് ഇതിലാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങോട്ട് വെള്ളം ഊറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മാറ്റിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളുടെ എടുക്കുക. ഇതിൻ്റെ ഇടയിലുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരത്തെ കടുക് തീർത്തിട്ടുണ്ട്. അപ്പോൾ കടുക് ഞങ്ങൾ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും. കടുക് ഈ പണ്ട് ചെല്ലുണ്ടല്ലോ, കടുക് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴക്കുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഒക്കെ ഉള്ളതാണ് സംഭവം. അപ്പോൾ കടുക് കൂടുക. മീൻകറിയിൽ കടുകൊന്നുമില്ല. ഇതുമല്ലോ. ശരിക്ക് ചൂരക്കറി നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം സംഭവം. പക്ഷേ നമ്മളെന്ത് ചെയ്യാം, കം ഹിയർ, പെട്ടെന്ന് വാ. പിസ്സ ഈസ് റെഡി. കം കം കം. പിസ്സ ഇതൊക്കെ ഓരോന്നോരോന്നിട്ടുണ്ടോ? എങ്ങോട്ടോ? പോയി. വേണ്ടോ വേണ്ടോ? ഇതൊക്കെ കൊണ്ടേക്ക്. നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇളക്കാൻ ഇറങ്ങരുത്. ആ ഇളക്കലല്ല, നന്നായിട്ട് ഇളക്കണം. ചെറിയ തീയിൽ അതാണ് വേട്ടെ. പൊടികള് മല്ലിപ്പൊടി ദിവസം ഒന്ന് നമുക്കൊന്ന് വെന്തിക്കണം നോക്കാം നമുക്ക്. ഓക്കെ, വന്നോക്ക് പിസ്സ. ഓ മൈ ഗോഡ് ഗോഡ്നെസ്. പറഞ്ഞല്ലേ ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് എന്ത് ചെയ്യാം? അല്ല വെച്ചോട്ടെ വെച്ചോട്ടെ, ഒരു 10 മിനിറ്റ് കൂടി. 10 മിനിറ്റ് കരിയില്ല. ഒരു 10 മിനിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കത് എടുക്കാം, കട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങള് അന്നെ കെട്ടിച്ചിനതേലപ്പം ഇനിയിപ്പോ വാപ്പച്ചിക്ക് റെസ്റ്റ് ഉണ്ടാവില്ല. അപ്പം കെട്ടിക്കോ, എന്നെ കെട്ടിക്കോ. നമ്മൾ രണ്ടാളും കല്യാണം വരും. എന്റെ തൂറ്റാക്കിയേ ഞാൻ ഇതിലായിരിക്കുന്നിട്ടാ. ഇത് തമാശ. ബാപ്പാന്റെ ബാഡ് വരിട്ടാണ് തമാശ. നമുക്ക് ഇനി ദോശമാവ് ഉണ്ടാക്കണം. അല്ല, ദോശമാവ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ചൂടണം. അത് ചൂടണമെങ്കിൽ ഇതിലോട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ദോശമാവിനെ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട്. ഇതാണിപ്പോൾ നമ്മളെ നൈറ്റത്തെ നട്ടപ്പാരക്കത്തെ പരിപാടി. ഇതാട്ടാ, It's 3 a.m. in the night. ഇതിലോട്ട് ഇങ്ങനെ ആക്കുക.
അതിൻ്റെ കവർ പിടിച്ച് ശരിക്ക് വലിച്ചുകൊണ്ട് ഒരു 2 ദോശക്കുള്ളത് അവിടെ ഇവിടെയൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇതിങ്ങനെ ആക്കി നമ്മളതിൽ കുറച്ച് വെള്ളം പറഞ്ഞു, കുറച്ച് മതി, ഒരുപാട് വേണ്ട. ഇത്ര വെള്ളം വരും. ഓക്കെ, വെള്ളം പാർന്നിട്ട് ഏത് കയ്യിലോണ്ടാണ് ഇത് ഇളക്കി എടുക്കുന്നത് ആ കയ്യിലോണ്ട് നമ്മൾ ഈ കയ്യിൽ അടുക്കലിട്ടോ, ഇതൊരൊറ്റ കയ്യിൽ പറഞ്ഞാൽ മതി. ഒന്നുകൊണ്ട് ശരിക്കും ഒന്നങ്ങോട്ട് ഇളക്കി മിക്സ് ആക്കുക. പുറത്ത് പോയി വെള്ളമൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ടാവും. ആ ഒരു കാര്യമായി. ഇതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞാനൊന്ന് തുടക്കട്ടോ, നല്ല ചൂടാണ്. ഞാൻ കട്ട് ചെയ്ത് തരാം. ഉണ്ടാക്കിയപ്പോൾ 5 മിനിറ്റ് മുന്നേ തീർന്ന മാത്രമേ ഉള്ളൂ. ഞാൻ അത്ര തീർത്തില്ല. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. മത്തി, അയില എല്ലാം പറ്റും. നിങ്ങൾ എന്നോട് പറയണ്ട, ആ നിരപരാധിയാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ ഉണ്ടാക്കും. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ചായ ഉണ്ടാക്കിയത് ചായ ഉണ്ടാക്കിയിട്ട് ദോശ ചൂടണം. ഈ ദോശ ചുടുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളുടെ ദോശകൾ ക്ലിയർ ആയിട്ട് വരാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദോശ നമ്മൾ അടുപ്പത്ത് വെക്കുക, നന്നായിട്ട് ചൂടാക്കുക, മാക്സിമം നന്നായിട്ട് ചൂടാക്കുക. ഓക്കെ, നന്നായിട്ട് ചൂടാക്കിയിട്ട് എന്ത് ചെയ്യുക, എപ്പോൾ ദോശ നമുക്ക് ചുട്ടിട്ട് കിട്ടുന്നില്ലാന്നുണ്ട് വെച്ചെങ്കിൽ ആദ്യം നമ്മൾ ദോശ ചുടുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടത്തിൽ വെക്കുക. ഓക്കെ, കൂട്ടത്തിൽ വെക്കുക. ആ വാതിൽ അടച്ചു ചെയ്തു. ദോശയുടെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് വെള്ളം കൂടി വെക്കുക. ഓക്കെ, വെള്ളം വെച്ചിട്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ട് എന്ത് ചെയ്യുക, ചട്ടി നന്നായിട്ട് ചൂടാവും. ചൂടാണ് സമയത്ത് ഇത്ര വെള്ളം വേണ്ട കേട്ടോ. ചൂടാണ് സമയത്ത് എന്ത് ചെയ്യുക, ഈ ചട്ടിയിലുള്ള വെള്ളമൊക്കെ പൊയ്ക്കണമെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതേ ഇങ്ങനെ അങ്ങോട്ട് തെളിച്ചു കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ തെളിച്ചു കൊടുക്കുക. ഇങ്ങനെ തെളിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഒന്നിട്ട് തെളിച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കളയുക, ഇങ്ങനെ കളയണം. ഇങ്ങോട്ട് വീണ്ടും ചട്ടി വെക്കുക. ഒന്ന് ചട്ടി നന്നായിട്ട് ചൂടാവുക. ചൂടായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് ഈ ദോശൻ്റെ മാവ് ഇളക്കിയിട്ട് നല്ല പരിപാടിക്കും കേട്ടോ. ചട്ടി ഒന്ന് ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് ഒരു തവി ഇങ്ങനെ എടുക്കുക. ഒരു തവി ഇങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ നടുക്കിങ്ങനെ വെട്ടിച്ചു കൊടുക്കുക. ഓക്കെ, നടുക്കിങ്ങനെ വെട്ടിച്ചിട്ട് ബാക്കിയുള്ള ഇത് ഇതിക്കനെ തട്ടുക. അതവിടെ ഒന്നുകൂടെ വെന്തിട്ടുണ്ടാവും. ഇങ്ങനെ അങ്ങോട്ടൊന്ന് എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ തിരിച്ചിട്ട് എന്ത് ചെയ്യുക, വീണ്ടും തീ കുറച്ചുകൂടെ കൂട്ടുക. തിരിച്ച് കൂട്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുക, ഇതിലിങ്ങനെ ബബിള് വന്നിട്ടുണ്ടാവും. ബബിള് വരുമ്പം അടച്ചു കൊടുക്കുക. തീ വീണ്ടും കുറക്കുക. ഇതിപ്പം ഞാനും അടിക്കുന്ന ചട്ടകാണ്. ഇപ്പൊ തൽക്കാലം മതി.
നോക്കിയാൽ നിങ്ങൾ ഇത് ദോശ കാണാൻ നല്ല ഭംഗിയുണ്ടോ? ദോശ കാണാൻ ദോശ കാണുമ്പോ എല്ലാം ഓട്ടന്നെ മാറ്റിക്കണം. ഈ സാധനം ഇവിടെ വെക്കുക, ഇതിവിടെ വെച്ചോട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒന്ന് പതുക്കെ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഇതേ എൻ്റെ ദോശ. വാവ്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിക്കുക. ഓക്കെ, കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കളയുക. എന്നിട്ട് ഇതേമാതിരി ചട്ടി ഇവിടെ കൊണ്ടുപോയി വെക്കുക, ചൂടാക്കുക, പിന്നെ തീ കൂട്ടുക. തീ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ചട്ടി ചൂടായിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റ തവിടുക്കുക. ഇതേമാതിരി വെള്ളം കൊണ്ടുവരിക, നടുക്ക് ഇങ്ങനെ പാരുക. എന്നിട്ട് ഇങ്ങനെ മിതുവെ വേദനിക്കാതെ, ദോശ പോലും അറിയരുത് ഞാൻ അവിടെ തൊട്ടിക്കുന്നുള്ളത്. ദോശക്ക് ചൂടറിയാം. അത്രയും പെർഫെക്റ്റ് നമ്മള് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പൊ ഇതേ ഈ ബബിൾ ഇങ്ങനെ വന്നതിന് ശേഷം തീ കുറക്കുക, വീണ്ടും ഇതേമാതിരിക്ക് അടച്ചു വെക്കുക. അപ്പൊ ഏറെക്കുറെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, തിന്നിട്ട് കിടന്നുറങ്ങട്ടെ. നാളെ നേരം വെളുത്തിട്ട് വീക്കെൻഡ് ആണ്. അപ്പം എവിടെയെങ്കിലുമൊക്കെ ബീച്ചിലോ അല്ലെങ്കിൽ നാളെ ഇപ്പോൾ റിസോർട്ട് എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ ഒരു ഹോട്ടൽ എടുത്തിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി ചാടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നോക്കട്ടെ. അപ്പോൾ അതാണ് നമ്മുടെ ദോശ. അപ്പം ഇന്നത്തെ ഞാൻ ഇന്നത്തെ വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഞങ്ങൾ ഹാപ്പി വിഷു. ബൈ ബൈ, സീ യു.